الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകളെ പാലിച്ചുകൊണ്ട് ജീവിതത്തിലുടനീളം സൂക്ഷ്മതയോടുകൂടി നിലകൊള്ളണമേ എന്ന് സ്വന്തത്തോടുന്നതുപോലെ ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. യഥാർത്ഥ സൂക്ഷ്മാലുക്കളിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ പറഞ്ഞത് ഇന്നി ജാഇലും ഫിൽ അർളി ഖലീഫ, ഭൂമിയുടെ ഒരു ഖലീഫയായിക്കൊണ്ട് ഞാൻ മനുഷ്യനെ അയക്കാൻ ഉദ്ദേശിക്കുന്നു എന്നാണ്. അപ്പോൾ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിക്കുവാനും ആ ഭൂമിയിലുള്ള ജീവിതം കൊണ്ട് അമൽ സാലിഹാത്തുകൾ നേടിയെടുത്ത് നാളെ അള്ളാഹുവിന്റെ യഥാർത്ഥമായ കാരുണ്യവും സമാധാനവുമാവുന്ന സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുവാനുമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഭൂമിയിൽ അള്ളാഹു നമ്മളെ പറഞ്ഞയച്ചിട്ടുള്ളത് പരലോകത്തേക്ക് ആവശ്യമായ വിഭവങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദുന്യ മസ്റഅത്തുൽ ആഖിറ എന്നാണ് പഠിപ്പിക്കപ്പെട്ടുള്ളത്. ദുനിയാവ് പരലോകത്തേക്കുള്ള ഒരു കൃഷിയിടമാണ് എന്നാണ്. അപ്പോൾ ഇവിടെ നാം ചെയ്യേണ്ടത് പരലോകത്തേക്ക് നമുക്ക് ശാശ്വതമായ ജീവിതത്തിലേക്ക് ആവശ്യമായ
വിഭവങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് ദുനിയാവുള്ള സുഖത്തിന്റെയും ആഡംബരത്തിന്റെയും സൗകര്യങ്ങളുടെയും പിന്നാലെ മനുഷ്യൻ ഓടുകയാണ്. എന്തിനാണ് ദുനിയാവ് എന്നത് മറന്ന് ദുനിയാവിന് വേണ്ടി ഓടുന്ന അവസ്ഥയിലാണ് ഇന്ന് നാം. ദുനിയാവ് മാത്രമാണ് പലരുടെയും ലക്ഷ്യം. ഇവിടെയുള്ള പേരും പ്രശസ്തിയും അധികാരവും അത് മാത്രമാണ് ഇന്ന് പലരും സ്വപ്നം കാണുന്നത്. വിശ്വാസിക്ക് ഒരു ജയിലറയാണ് ഈ ദുനിയാവ് എന്ന് അല്ലാഹു റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദുനിയ സിജ്നുൽ മുഅ്മിനീൻ. വിശ്വാസിക്ക് ഈ ദുനിയാവ് ഒരു സിജ്നാണ്, ഒരു ജയിലാണ്, തടവറയാണ്. കാരണം ജയിലിൽ പലതരത്തിലുള്ള നിയന്ത്രണങ്ങളും ഉണ്ടാവും. അവിടെ വെച്ചിട്ടുള്ള സമയത്ത് ഉറങ്ങണം, ആ സമയത്ത് എഴുന്നേൽക്കണം, ആ സമയത്ത് ഭക്ഷണം കഴിക്കണം, ഇന്ന സ്ഥലത്തെ ഇരിക്കാവൂ, ഇന്നതേ ചെയ്യാവൂ, എല്ലാത്തിനും ഒരു നിയന്ത്രണമുണ്ട്. അതുപോലെ തന്നെ വിശ്വാസികളെ സംബന്ധിച്ചോളം തിന്മകളൊന്നും ചെയ്യരുത്. അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഭക്ഷണമോ ഇഷ്ടപ്പെടാത്ത കാഴ്ചകളോ കേൾവിയോ ഇഷ്ടമില്ലാത്ത സംഭാഷണങ്ങളോ ഒന്നും പാടില്ല. അങ്ങനെ പല നിയന്ത്രണങ്ങളുമുണ്ട്. പക്ഷെ ആ നിയന്ത്രണം കൊണ്ടൊന്നും മനുഷ്യന്റെ ദുനിയാവിൽ അവന് ഏതെങ്കിലും തരത്തിലുള്ള സുഖമോ സമാധാനമോ സന്തോഷമോ ഇല്ലാതാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള നിയന്ത്രണങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ തടവറ പോലെയാണ് ഉദാഹരിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നത്. ജന്നത്തുൽ കാഫിരീൻ, എന്നാൽ പരലോക നിഷേധികൾക്ക്, അള്ളാഹു നിഷേധിക്കുന്നവർക്ക് ഇവിടെ സ്വർഗമാണ് എന്നാണ്. എന്തും തിന്നാം, എന്തും പറയാം, എന്തും കാണാം, കേൾക്കാം, എന്തും പ്രവർത്തിക്കാം, ഒരു നിയന്ത്രണവുമില്ല. അപ്പോൾ ഈ ദുനിയാവ് സർവ സ്വതന്ത്രമായിട്ട് എടുക്കുകയും അതിലെന്തും പ്രവർത്തിക്കുകയും ഇവിടെ സമ്പത്തിനും അധികാരത്തിനും വേണ്ടി ആരെയും കൊല്ലാനും എന്ത് കളവ് പറയാനും ഏത് തരത്തിലുള്ള കലാപങ്ങൾ ഉണ്ടാക്കാനും ഇന്ന് മനുഷ്യർ തയ്യാറാണ്. ഇവിടെ പലതരക്കുമുള്ള പ്രയാസങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാവാം. ഈ ദുനിയാവിൽ എത്ര വലിയ പ്രയാസം ഉണ്ടായാലും അനുഗ്രഹം ഉണ്ടായാലും ഒരു മുഅ്മിനിന്റെ മനസ്സിൽ പാരത്രിക ജീവിതത്തിന് അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്താനാണ് അള്ളാഹു എന്നെ ഈ ദുനിയാവിലേക്ക് അയച്ചിട്ടുള്ളത് എന്ന ചിന്തയാണ് ഉണ്ടാവേണ്ടത്. ഇവിടെയുള്ള പ്രയാസങ്ങളിൽ പെട്ടുകൊണ്ട് അതിന്റെ പിന്നാലെ സങ്കടപ്പെട്ട് വിലപിച്ച് ഞാൻ എന്റെ പരലോകം മറന്നു കളയാൻ പാടില്ല, അത് ഏറ്റവും വലിയ സങ്കടത്തിലേക്കാണ് എന്നെ കൊണ്ടെത്തിക്കുക എന്ന് ഒരു മുഅ്മിൻ ഓർക്കേണ്ടതുണ്ട്. ദുനിയാവിന് വേണ്ടി ജീവിക്കുന്നവന് പരലോകത്ത് ഒന്നും ഉണ്ടാവുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്ത് ശൂറയിൽ പറയുന്നത് കാണാൻ കഴിയും. മൻ കാന യുരീദുൽ ഹർസൽ ആഖിറ, ഏതൊരാളെ പരലോകത്തെ കൃഷിയാണ്, പരലോകത്തെ വിളയാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ നസിദ് ലഹു ഫീ ഹർസിഹി, അവന്റെ ആ വിളയിൽ, ആ കൃഷിയിൽ ഞാൻ വർധനവ് ചെയ്തു കൊടുക്കും. വമൻ കാന യുരീദു ഹർസദ് ദുനിയാ, എന്നാൽ ഏതൊരാള് ദുനിയാവിന്റെ കൃഷിയാണ് അവൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഉദ്ദേശിക്കുന്നെങ്കിൽ നുഅ്തിഹി മിൻഹാ, അതിൽ നിന്ന് നാം അവനും കൊടുക്കും. വമാ ലഹു ഫിൽ ആഖിറതി മിൻ നസീബ്, എന്നാൽ അങ്ങനെയുള്ളവർക്ക് പരലോകത്ത് ഒരു ഓഹരിയും ബാക്കിയുണ്ടാവില്ല. ദുനിയാവിന്റെ സുഖ സൗകര്യങ്ങളും ദുനിയാവിന്റെ ആഡംബരം ഇഷ്ടപ്പെടുന്നവർക്ക് നാം അതിൽ നിന്ന് കൊടുക്കും, പക്ഷെ അവർക്ക് പരലോകത്തൊന്നും ഉണ്ടാവുകയില്ല എന്ന്. എന്നാൽ പരലോകം ആഗ്രഹിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അവർക്ക് ദുനിയാവിലും അള്ളാഹു നിശ്ചയിച്ചത് കിട്ടും. എന്നാൽ ശാശ്വതമായ പരലോകത്ത് അവിടെ പ്രവർത്തനങ്ങൾക്ക് വിജയം ലഭിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ മറ്റൊരു അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നത് കാണാൻ കഴിയും. മൻ കാന യുരീദുൽ ആജില, ഏതൊരാള് പെട്ടെന്ന് തീർന്നു പോകുന്ന വളരെ ധൃതിപ്പെടുന്ന ഈ ദുനിയാവാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ്, ഞാൻ അവന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവന് വേഗത്തിൽ കൊടുക്കും.
ثم جعلنا له جهنم يصلاها مذموما مدحورا. എന്നാൽ ചിന്തയിലും പ്രവർത്തനത്തിലും ലക്ഷ്യത്തിലും പരലോകമില്ലാത്ത ആളുകൾക്ക് അവരെ നാം നരകത്തിലേക്കാണ് പിന്നീട് കടത്തിവിടുക ഈ ദുനിയാവിന് ശേഷം. ഇങ്ങനെ മദ്ഹൂമൻ മദ്ഹൂറാ, കുറ്റപ്പെടുത്തപ്പെട്ടവനായി കൊണ്ട്, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് അകറ്റപ്പെട്ടവനായി കൊണ്ട് അവൻ നരകത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. ഏതൊരാള് പരലോകത്തെ സുഖലോക സ്വർഗമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിച്ചുകൊണ്ട് ആ പരലോകത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവരാണോ തീർച്ചയായും അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹു വളരെ നന്ദിയോടെ സ്വീകരിക്കുകയും പ്രതിഫലം നൽകുകയും ചെയ്യും. അതിനാൽ പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികൾ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ദുനിയാവുണ്ടല്ലോ, ഇന്ന് നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ, അതിൽ നമ്മൾ സന്തോഷപ്പെടില്ല വേണ്ടത്, ആശങ്കപ്പെടുക വേണ്ടത്, അതിൽ നമുക്ക് ടെൻഷനാണ് ഉണ്ടാവേണ്ടത്. മഹാനായ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നോമ്പ് തുറക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും അതുപോലെ കൂട്ടുകാരും ഒക്കെ ഉണ്ട്. അങ്ങനെ ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് വെച്ച് ഒരു ടേബിളിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചു ഭക്ഷണമൊക്കെ. അപ്പോ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു ഈത്തപ്പഴം എടുത്ത് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അദ്ദേഹം ഇങ്ങനെ ആ കണ്ണൊഴുക്ക് അവസാനം അത് തേങ്ങലായി മാറി അദ്ദേഹം. അപ്പോൾ കൂടെയുള്ളവർ ചോദിച്ചു, എന്തേപ്പോ ഈ സമയത്ത് ഇങ്ങനെ കരയാൻ? അപ്പോൾ അബ്ദുറഹ്മാൻ റളിയല്ലാഹു പറയുകയാണ്, ഞാൻ 10ൽ 10ാമനായിക്കൊണ്ട് യാത്ര ചെയ്തിട്ടുണ്ട്. അതായത് ഞങ്ങളിങ്ങനെ യാത്രയിൽ ഒരു ഈത്തപ്പഴം ഞങ്ങൾ 10 ആള് കൂടിയിട്ട് തന്നിരുന്നത്. എന്തിനു വേണ്ടിയാ പോകുന്നത്? യുദ്ധത്തിന് പോവാണ്. ജിഹാദിന് പോകുന്ന സന്ദർഭത്തിൽ ഭക്ഷണമില്ല, ഭക്ഷണം കഴിഞ്ഞു പോയി, അവസാനം ഈത്തപ്പഴം ഉണ്ട്. ആ ഈത്തപ്പഴം അവിടെ തിന്നുവരെ എത്തണം. അപ്പൊ ഒരു ഈത്തപ്പഴം 10 ആളെ തിന്നുക. ഒരു ഈത്തപ്പഴം 10 ആളെ നിന്ന് എന്താ ഉണ്ടാവുക വിശക്കുമ്പോ? അങ്ങനെ ഒരു സമയം കഴിഞ്ഞു പോയി. ഞങ്ങളുടെ കൂട്ടത്തിൽ പിന്നെ ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ ചെറുപ്പക്കാരനായിരുന്നു, വലിയ പ്രഭു കുടുംബത്തിൽ ജനിച്ചാളാണ്. ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ അദ്ദേഹം പിന്നീട് വീട്ടിൽ നിന്നെല്ലാം ബഹിഷ്കരിക്കപ്പെട്ടു. അങ്ങനെ അദ്ദേഹം യുദ്ധത്തിൽ ഷഹീദാവുകയുണ്ടായി. അവസാനം അദ്ദേഹത്തിന്റെ ജനാസ മറമാറുമ്പോൾ കഫൻ ചെയ്യാൻ ആ ഉടുത്ത തുണിയല്ലാതെ മറ്റൊന്നുമില്ല. അങ്ങനെ അദ്ദേഹത്തിന്റെ കാലിൽ പുല്ല് വെച്ച് കെട്ടിയിട്ടാണ് ഞങ്ങൾ കഫൻ ചെയ്ത് മറമാടിയത് എന്ന് അബ്ദുറഹ്മാൻ റളിയല്ലാഹു പറയാൻ. അപ്പോൾ എന്നെക്കാൾ ത്യാഗം സഹിച്ച ആളുകളൊക്കെയും കഫൻ പുടവ പോലുമില്ലാതെ പുല്ല് വെച്ച് കെട്ടിയിട്ട് മറമാടപ്പെട്ടുവെങ്കിൽ, അവരൊക്കെ യുദ്ധത്തിൽ ഷഹീദായി എങ്കിൽ, അവർക്കൊന്നും കിട്ടിയിട്ടില്ല ഇതേപോലെ ഒരു ടേബിളിൽ വെച്ചുകൊണ്ട് ഇത്രയും വിഭവസമൃദ്ധമായ ഒരു ഭക്ഷണം അവർക്കൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ അവരൊക്കെ മരിച്ചുപോയി. ഇപ്പൊ എനിക്കിതാ ദുനിയാവിൽ ഇങ്ങനെയുള്ള സുഖങ്ങളും സൗകര്യങ്ങളൊക്കെ കിട്ടുന്നു. അപ്പോൾ ഞാൻ ഭയപ്പെട്ടു പോവുകയാണ്. എന്റെ മുൻഗാമികൾക്ക് അവർക്കെല്ലാം അള്ളാഹു സ്വർഗം നിശ്ചയിക്കുകയും എനിക്ക് ഈ ദുനിയാവിന്റെ സുഖങ്ങൾ മാത്രം നൽകുകയുമാണോ? എനിക്ക് പരലോകം നഷ്ടപ്പെടുമോ? അവർക്കൊന്നും കിട്ടാത്ത സുഖസൗകര്യങ്ങൾ കിട്ടുമ്പോ അവരെക്കാൾ എന്ത് അനുഗ്രഹം, എന്ത് ക്വാളിറ്റിയാണ്, യോഗ്യതയാണ് എനിക്കിത് അനുഭവിക്കാനുള്ളത്? അപ്പോൾ എനിക്കുള്ള കൂടി ദുനിയാവും തന്നെ തരുവാണോ പടച്ചോൻ എന്ന് പറഞ്ഞ് അദ്ദേഹം കരയാൻ തുടങ്ങി. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പറ്റാതെ അവിടെ എഴുന്നേറ്റ് പോയി. പ്രിയമുള്ളവരെ, നമുക്ക് പുതിയ പുതിയ പല അനുഗ്രഹങ്ങൾ ഇങ്ങനെ ജീവിതത്തിലേക്ക് കടന്നു നമ്മൾ ചിന്തിക്കാറുണ്ടോ? എന്നേക്കാൾ നല്ല പണ്ഡിതന്മാർ, നേതാക്കന്മാർ അവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്, നല്ല മനുഷ്യന്മാര്. അവർക്കൊന്നും ഇത് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഇന്ന് എനിക്കിതൊക്കെ കിട്ടുന്നു പടച്ചോനെ, ഇതുകൊണ്ട് എന്റെ പരലോകത്തെ വല്ലതും കുറവ് വരുമോ? ഇതിനെനിക്ക് എന്ത് അർഹതയാണുള്ളത് എന്ന് നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം ചിന്ത. അതിനാണ് ഈ ചരിത്രശകലം പറഞ്ഞത്. അതല്ലാതെ ഇത്രേ കിട്ടിയുള്ളൂ, ഇത് പോരല്ലോ, ഇതിനേക്കാളും കൂടുതലുണ്ടല്ലോ എന്ന ചിന്തയാണെന്ന് മനുഷ്യന്മാർക്കുള്ളത്.
അല്ലെ? നല്ലൊരു വീടോ, അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ്സോ, നല്ലൊരു ഭാര്യയോ, നല്ല മക്കളോ, എന്തെങ്കിലൊക്കെ നല്ലതെങ്ങനെ കിട്ടുമ്പോ എനിക്കിതിന് അർഹതയുണ്ടോ എന്ന് ചിന്തിക്കുകയും അള്ളാഹുവിലേക്ക് കൂടുതൽ താഴ്മയോടെ വിനയപ്പെട്ട് മടങ്ങുകയും ചെയ്യേണ്ടവരാണ് മുഅ്മിനീങ്ങൾ. എന്നാൽ വർത്തമാനകാലം പോരാ പോരാ എന്ന ചിന്തയിൽ അസ്വസ്ഥമായ മനസ്സുകളാണ്. നമുക്ക് ചിരിക്കുന്ന, സന്തോഷത്തോടെ ചിരിക്കുന്ന ഒരു മുഖം വളരെ വിരളമാണ്, അല്ലെ? വളരെ കോമഡിയാണ് ആൾക്കാരുടെ വിചാരം. ഒരു കച്ചവടക്കാരൻ മറ്റൊരു കച്ചവടക്കാർക്ക് പോയി ചോദിക്കാണ്, എന്താ എങ്ങനെ ഉണ്ട് ഇന്ന് കച്ചവടമൊക്കെ? ഇവൻ പറയും, ആണ്. ഇതന്നെ എപ്പോഴും ഇവര് തമ്മിൽ പരസ്പരം തന്നെ. എന്തെങ്കിലും ദിവസം പറ്റും, അൽഹംദുലില്ലാ ഇന്ന് നല്ല ഉഷാറായിരുന്നോ, ഇന്ന് നല്ല കച്ചവടം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞോ? എനിക്ക് തോന്നണില്ല, വളരെ വിരളമായിരിക്കും അങ്ങനെ. ഏതെങ്കിലും കച്ചവടക്കാരൻ മറ്റൊരു കച്ചവടക്കാരനോട് കച്ചവടം എന്തെങ്കിലും കച്ചവടിച്ച അൽഹംദുലില്ലാ ഇന്ന് നല്ല ലാഭം, നല്ല കച്ചവടം എന്ന് പറഞ്ഞിട്ടുണ്ടോ? പറയാറില്ല. എന്താണത്? തൃപ്തി ആവണില്ല എന്നുള്ളതാണ് കിട്ടുന്നത്. അതാണ് അല്ലാഹുവിന്റെ റസൂൽ തങ്ങൾ പറഞ്ഞത്, മനുഷ്യന്റെ വായ ലാ യംലഉ ഫാഹു ഇല്ല തുറാബ്. അവന്റെ വായ മണ്ണ്, കബറിൽ കൊണ്ടുവച്ച് മണ്ണ് നിറയുമ്പോഴല്ലാതെ നിറയൂല, മതിന്ന് പറയൂല. ദുനിയാവിനുള്ള ആർത്തി. അങ്ങനെയുള്ളവർക്ക് ജീവിതത്തിൽ ഒന്നും ഒരു സമാധാനം കണ്ടെത്താൻ കഴിയില്ല. സമാധാനത്തെ മനസ്സാണ് ഒന്ന്, അല്ലെ? ഭാര്യ, എന്റെ ഭാര്യനെക്കാളും ഭംഗിയുണ്ട് ഓന്റെ ഭാര്യ, ഓന്റെ ഭാര്യക്ക് ആ മിടുക്കുണ്ട്, ആ കഴിവുണ്ട്, ഇതുണ്ട്. മക്കളാണെങ്കിൽ എന്റെ മകനെക്കാളും അവന് യോഗ്യത ഉണ്ട്, അവൻ അത്ര ശമ്പളമുണ്ട്, അത്ര ജോലി ഉണ്ട്. ഇങ്ങനെ ഒരു വാഹനം വാങ്ങിയാലോ, അത് വാങ്ങി ഇങ്ങോട്ട് കൊടുത്താൽ തന്നെ വേറെ ഓടിച്ചു വരുമ്പോ തന്നെ മുന്നിൽ അതിനേക്കാൾ മികച്ചൊരു വാഹനം പോകുന്നുണ്ട. അപ്പൊ പോയി മനസ്സ്, നമ്മളതിപ്പോ ഈ വാഹനമല്ലേ ഉള്ളൂ, ഇതിനൊക്കെ ആ നോക്കിയാ പോണ കാറ്, അല്ലെ? ഒരു വീട് കെട്ടി ആ വീട്ടില് താമസമായി അവിടുത്തെ ഒരാശയം അതിനേക്കാൾ മികച്ചൊരു വീട് കണ്ടാലോ പിന്നെ വീട്ടിലേക്ക് കയറി വരുമ്പോ മുഖം വാടി. എന്താണ്? ഇതിനേക്കാളും നല്ല വീട് എവിടെ ഉണ്ട്, നല്ല മോഡല്, നമുക്ക് ആ മോഡല് കിട്ടിയില്ലല്ലോ. ഇങ്ങനെ കിട്ടിയതിൽ സംതൃപ്തി ഇല്ലാത്തൊരു മനസ്സ്. എന്നാൽ മുഅ്മിനല്ല, അങ്ങനെയല്ല. നിനക്ക് കിട്ടിയതിൽ, അള്ളാഹ് നിനക്ക് തന്നതിൽ നീ തൃപ്തിപ്പെട്ടാൽ ജനങ്ങളിൽ വെച്ച് ഏറ്റവും സമ്പന്നൻ നീയായി മാറും. അതാണ്. മറ്റത് അങ്ങനെയല്ലേ? എന്ത്? ഞാൻ ദരിദ്രനാണ്, എന്റെ അടുത്ത് ഒന്നുമില്ല, എന്റെ അടുത്ത് ഒന്നുമില്ല. ഈ ദരിദ്രമായ മനസ്സ്, വായിൽ നിന്ന് അൽഹംദുലില്ലാ എന്ന സന്തോഷമുള്ള ഒരു ചിരിച്ചൊരു മുഖം, ഒരു പ്രസന്നമായ ഒരു മുഖം, എപ്പോഴും ടെൻഷൻ. എന്താണ്? മറ്റവരെക്കാൾ എനിക്കില്ല, എന്ത് ഇങ്ങനെ കമ്പയർ ചെയ്തിട്ട് ഇങ്ങനെ ദുനിയാവ് തീയണ്. അങ്ങനത്തെ ഒരു അസ്വസ്ഥമായ മനസ്സ് മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാവുക. അതാണ് ദുനിയാവിന് വേണ്ടി ജീവിക്കുന്ന ആൾക്കാർ എന്ന് പറയുന്നത് ലക്ഷണം. അതാണ്. നമുക്ക് അങ്ങനെ ഉണ്ടോ? എനിക്ക് കിട്ടിയതിലൊക്കെ അൽഹംദുലില്ലാ തൃപ്തിയാണ് എന്നുണ്ടെങ്കിൽ പരലോകം നമ്മുടെ മനസ്സിലുണ്ട്. ഇല്ല, പോരാനുള്ള അസ്വസ്ഥമായ ടെൻഷനുള്ള ആർത്തിയുള്ളൊരു മനസ്സാണ് നമുക്കുള്ളതെങ്കിൽ ദുനിയാവിന്റെ പുഴുക്കളാണവർ. അത്തരം ആളുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അവരെ അവസാനം ആക്ഷേപിക്കപ്പെട്ട, കുറ്റപ്പെടുത്തപ്പെട്ടവരായി നരകത്തിലേക്ക് ആട്ടിത്തെളിക്കുമെന്ന്. അതുകൊണ്ട് ദുനിയാവ് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു പറയുന്നു, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ദുനിയാവെന്ന് പറയുന്നത് വഞ്ചനാത്മകമായ ഒരു വിഭവമാണ് കേട്ടോ. ദുനിയാവ് ആർക്കും തൃപ്തിപ്പെടുത്തുകയില്ല, ഒരാൾക്കും തൃപ്തിപ്പെടുന്നില്ല. എല്ലാം ഇങ്ങനെ കാണിച്ചിങ്ങനെ ആഗ്രഹിപ്പിക്കും, അല്ലെ? എത്ര വയസ്സായി മരിക്കാൻ പോകുന്ന ആളുകളോടും നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ബാക്കിയുണ്ടോ വെച്ചാൽ പറയും, അയാൾ കുറെ ലിസ്റ്റ് എടുക്കും. അപ്പൊ ദുനിയാവിൽ ആഗ്രഹം മാറി മരിക്കുന്നവരില്ല. ദുനിയാവ് ഇങ്ങനെ മോഹിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഒന്ന് കഴിയുമ്പോ വേറൊന്നിങ്ങനെ മോഹിപ്പിച്ച് അതിന്റെ പിന്നാലെ പോയാൽ പരലോകം കണ്ടെത്താൻ കഴിയില്ല, സ്വർഗം കിട്ടൂല. അത് നന്ദി കെട്ട ഒരവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് നബിയെ പറയുക, ദുനിയാവിന്റെ വിഭവങ്ങള് വളരെ കുറച്ചാണുള്ളത്, തുച്ഛമാണ്. സ്വർഗത്തെ അപേക്ഷിച്ച് ദുനിയാവെന്ന് പറഞ്ഞ വളരെ തുച്ഛമാണ്. അതുകൊണ്ട് ആ ദുനിയാവിന് വേണ്ടി സ്വർഗം നഷ്ടപ്പെടുത്തല്ലേ. അല്ലാഹു വീണ്ടും പറയുന്നു ദുനിയാവിനെ കുറിച്ച്, ദുനിയാവെന്ന് പറഞ്ഞാൽ അത് ചില കളിയും തമാശയും മാത്രമാണ്, അല്ലെ?
കുറെ കളിയും തമാശയും ജോക്കും കോമഡിയായിട്ട് ഇങ്ങനെ പോകും ദുനിയാവ്. അല്ലാതെ എന്താ ദുനിയാവ്? ദുനിയാവ് അത്രയേ ഉള്ളൂ. ദുനിയാവ് മാത്രം ആഗ്രഹിക്കുന്ന ഒരു കഥയെ കിട്ടുള്ളൂ, അല്ലേ? ആഴ്ച മുഴുവൻ പണിയെടുക്കുക, ഒരാഴ്ച ലീവ് കിട്ടിക്കഴിഞ്ഞാല് ഭാര്യയും കുട്ടികളൊക്കെ തന്നെ പാർക്ക് പോവുക, ചിരിക്കുക, കളിക്കുക, ആനന്ദിക്കുക. അത് കഴിഞ്ഞ് വൈകുന്നേരം കഴിഞ്ഞ് പിന്നെ വീണ്ടും പണിയെടുക്കുക. ഇങ്ങനെ പണിയെടുത്തുന്ന അവസാനം വയസ്സായിട്ട് അവിടെ മരിച്ചു പോവുക, അല്ലെ? ഇതല്ല ദുനിയാവ്. പരലോകമില്ലാത്ത ഒരാൾക്ക് അതല്ലേ ദുനിയാവ്. ഒരാൾക്ക് ഈ ദുനിയാവിൽ അവൻ ആഗ്രഹിച്ചൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെന്താ ദുനിയാവിനർത്ഥം? അയാൾ ആഗ്രഹിച്ചൊക്കെ ദുനിയാവിനോട് കിട്ടി, പിന്നെന്തിനാണ് ജീവിക്കുന്നത്? എന്തിനാ, അല്ലെ? അങ്ങനെ ചിന്തിച്ചിട്ടാ ഒരു മനുഷ്യൻ മുസ്ലിം ആയത്. നമ്മൾക്ക് അറിയുമായിരിക്കും, പ്രശസ്തമായ ഒരു സംഗീതത്തിന്റെ മകൻ, അദ്ദേഹം ദുനിയാവിലെല്ലാം അനുഭവിച്ചു, എല്ലാം ആസ്വദിച്ചു. അവസാനം ഞാൻ എന്തിനാ ജീവിക്കുന്നത്? ഞാൻ എല്ലാം അനുഭവിക്കാത്ത ഒന്നുമില്ല, ബോറടി, മടുപ്പായി. അവസാനം അയാൾ പലതും വായിച്ചു പഠിച്ച് അവസാനം വിശുദ്ധ ഖുർആൻ എടുത്തു, സൂറത്തുൽ മുൽക്ക് അതിലോതി അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, അവനാണ് ജീവിതവും മരണവും പടച്ചവനവനാണ്, സൃഷ്ടിച്ചവനവനാണ്. എന്തിനു വേണ്ടി? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത്, ഏറ്റവും നല്ല പ്രവർത്തികൾ ചെയ്യുന്നത് എന്ന്, ഏറ്റവും നല്ലവരെന്ന് പരീക്ഷിക്കാൻ വേണ്ടി. അപ്പൊ അയാൾ ചോദിച്ചു, ഞാൻ ഇതുവരെ നല്ലത് വല്ലതും ചെയ്തിട്ടുണ്ടോ എന്റെ ജീവിതത്തിൽ? ഞാൻ നല്ലവനാണോ എന്റെ ജീവിതം കൊണ്ട്? അയാൾക്ക് മനസ്സിലായി ഖുർആനാണ് ജീവിതത്തിന്റെ യഥാർത്ഥ വെളിച്ചം. അദ്ദേഹം അത് വായിച്ചു പഠിച്ചു, മുസ്ലിമായി. ഒരുപാട് രാഷ്ട്രീയമായ, ഒരുപാട് സാമൂഹിക കോളിളക്കളൊക്കെ ഉണ്ടായ, പ്രശ്നങ്ങളുണ്ടായ ഒരു ഇസ്ലാം സ്വീകരണമായിരുന്നു അത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ദുനിയാവെന്ന് പറയുന്നത് അത് പരലോകത്തേക്കുള്ള കൃഷിയിടമാണ് എന്ന റസൂലുള്ളാഹിന്റെ വാക്കേറ്റെടുത്താൽ ഒരു മുഅ്മിന് ഈ ദുനിയാവിൽ ബോറടി ഉണ്ടാവില്ല, സമയമില്ലാതെ ഉള്ളൂ. ഒരു മുഅ്മിന് ഈ ദുനിയാവിൽ സമയമില്ല, ബോറടിക്കാൻ എവിടെ സമയമുള്ളത്, അല്ലെ? പരലോകത്തെ അപേക്ഷിച്ച് ഈ ദുനിയാവിലെ 1000 വർഷങ്ങളാണ്, പരലോകത്ത് ഒരു ദിവസം എന്ന. അപ്പൊ പിന്നെ ഈ ദുനിയാവിൽ എത്ര മണിക്കൂറാണ് നമ്മൾ താമസിക്കുന്നത്? ഈ മണിക്കൂറുകളെ കൊണ്ട് ശാശ്വതമായ പരലോകം നേടിയെടുക്കണമെന്നിരിക്കെ നമുക്കെവിടെ സമയം? നമുക്കെവിടെ ബോറടിക്കാനുള്ള സമയം? ഏത് സമയം ഒരു മുഅ്മിനിന് തന്റെ ഭൗതികമായ ഉത്തരവാദിത്തങ്ങളും ബാധ്യതയോടൊപ്പം തന്നെ പരലോകത്തേക്കുള്ള നന്മ നേടിയെടുക്കാനുള്ള പ്രവർത്തനങ്ങളിലാണ് അവൻ. ഇബാദത്തുകളിൽ, സാമൂഹികമായ സേവനങ്ങളിൽ, അല്ലെ, സോഷ്യൽ വർക്കുകളിൽ, അങ്ങനെ നന്മകൾ ചെയ്യാനുള്ള ഒട്ടം പാച്ചിലാണ്. സമയമില്ല. എന്തിനാ സമയമില്ലാത്തത്? നന്മകൾ ചെയ്യാൻ കുടുംബത്തിലും സമൂഹത്തിലും മഹലിലും എല്ലാ രംഗത്തും തനിക്ക് ചെയ്യാൻ കഴിയുന്ന നന്മകളൊക്കെ ചെയ്യാനുള്ള ഓട്ടം പാച്ചിലാണ്, അല്ലെ? സമ്പത്തുള്ളവൻ സമ്പത്ത് കൊണ്ട്, ശരീരമുള്ളവൻ ശരീരം കൊണ്ട്, ബുദ്ധിയുള്ളവൻ ബുദ്ധി കൊണ്ട്, അധികാരമുള്ളവൻ അധികാരം കൊണ്ട് എങ്ങനെയും നന്മകൾ വർദ്ധിപ്പിക്കുക എന്ന ചിന്തയിലും തിരക്കിലായിരിക്കും ഒരു മുഅ്മിൻ. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നു. ഇലമു അന്നമൽ ഹയാത്തു ദുനിയാ, നിങ്ങൾ അറിയണേ ഈ ദുനിയാവിലെ ജീവിതം എന്നാൽ ലഇബു വ ലഹു വ സീന, അത് കളിയും തമാശയും അതേപോലെ കുറെ ആഡംബരങ്ങളും മാത്രമാണ്. വ തഫാഖുറും ബൈനകും, നിങ്ങളെ പരസ്പരമുള്ള ദുരഭിമാനമാണ്. അതുപോലെ നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും വെച്ചുകൊണ്ടുള്ള കുറെ വലിമത്തരം പറച്ചിലും പൊങ്ങച്ചവും മാത്രമാണ്. ഒരുമിച്ച് കൂടി കഴിഞ്ഞാലേ മുഅ്മിനീങ്ങൾക്ക് ഒരുപാട് കാര്യം പരലോകത്തെ കുറിച്ച്, സമൂഹത്തിന്റെ അവസ്ഥയെ കുറിച്ച്, അതുപോലെ തന്നെ ദഅവത്തിനെ കുറിച്ച്, അതുപോലെയുള്ള പല കാര്യങ്ങളെ കുറിച്ചും അവന് പറയാനുണ്ടാവും. അല്ലാത്ത ആളുകൾക്കോ വെറും പോങ്ങച്ചം പറച്ചിൽ തന്നെ. കല്യാണത്തിൽ കണ്ടാലും മരവോട് കണ്ടാലും, ഞാൻ അവിടെ ഒരു ബിൽഡിംഗ് കെട്ടുണ്ട്, എന്റെ മോനെ ഇവിടെ അങ്ങനെയാണ്, എന്റെ മോളെ കെട്ടിച്ചു കൊടുത്ത് ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെ വീട് കയറ്റി, ഇങ്ങനെ വെറും ബിസിനസിന്റെ ദുനിയാവിന്റെ കാര്യം മാത്രമേ പറയേണ്ടതുള്ളൂ. എന്നാൽ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചോളം അവർക്ക് സ്വർഗപ്രവേശനത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളും അവസ്ഥകളും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനും തിരക്കാനും ഒക്കെ ഉണ്ടാവും. നമ്മുടെ സംസാരങ്ങൾ അങ്ങനെ ഉണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുക. രണ്ടാൾ കൂടുമ്പോഴേ നമുക്ക് അങ്ങനെ ഉണ്ടോ?
എന്ത് ചർച്ചയിൽ ദീനും ഭരണമൊക്കെ വരുന്നുണ്ടോ, അത് വെറും ദുനിയാവ് മാത്രമാണോ വരുന്നത്? അപ്പൊ അറിയാം നമ്മൾ ദുനിയാവിന്റെ ആളാണോ അതോ പരലോകത്തിന്റെ ആളാണോ. അതുകൊണ്ട് ആ പരിശോധന ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവണം. അള്ളാഹ് പറയുന്നു, ഏതുപോലെ എന്ന് പറഞ്ഞാൽ ഒരു കൃഷിക്കാരനെ പോലെ മഴ പെയ്ത് ചെടികൾ അയാളുടെ കൃഷിയൊക്കെ നല്ലോണം തഴച്ചു വളർന്നു അത് കായും കതിരുമായി ഇങ്ങനെ നിൽക്കുമ്പോ അയാളെ കണ്ടാൽ അയാളുടെ മനസ്സും കണ്ണും കുളിർന്നു, അയാൾ അത്ഭുതപ്പെടുന്നു. എന്നാൽ അയാൾ നോക്കി നിൽക്കേ തന്നെ ദിവസങ്ങളെ കൊണ്ട് അതിങ്ങനെ വാടാനും കരിയാനും അത് മഞ്ഞക്കളറാവാനും തുടങ്ങി. പിന്നെ അത് ഉണങ്ങി വൈക്കോലായി പോയി. അല്ലെ, ഒരു കൃഷി ചെയ്താൽ എത്ര ഉണ്ടാവും? അതിന്റെ പീരീഡുള്ളൂ, പിന്നെ വീണ്ടും കൃഷി അതൊന്നുമില്ലല്ലോ. ആ സന്തോഷവും ആനന്ദവും ഒക്കെ തീരുന്നത് പോലെ എന്നാൽ പരലോകമാകട്ടെ അവിടെ ഈ തന്ന ദുനിയാവിനെ നിങ്ങൾ അല്ലാഹുവിനെ ശുക്ർ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് കഠിനമായ അല്ലാഹുവിന്റെ ശിക്ഷ അവിടെ ഒരുങ്ങിയിട്ടുണ്ട്. എന്നാൽ മുഅ്മിനീങ്ങൾക്ക് പശ്ചാത്താപബോധമുള്ള നന്ദിയുള്ള അടിമകൾക്ക് ഇവിടെ പാപമോചനമുണ്ട്, അല്ലാഹുവിന്റെ സംതൃപ്തിയുണ്ട്. ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് വഞ്ചിക്കപ്പെടുന്ന ഒരു വിഭവം മാത്രമാണ്, വഞ്ചനാത്മകമായ വിഭവമാണ്. അതുകൊണ്ട് തൃപ്തി അറിയൂല, അതുകൊണ്ട് മുഴുവടയാനും പറ്റൂല. എന്നാൽ അത് വെച്ചുകൊണ്ട് നേടാൻ നോക്കും. എങ്ങനെ? സൂറത്തുൽ കഹ്ഫിൽ പഠിപ്പിച്ചില്ലേ, ദുനിയാവിലെ സമ്പത്തും നിങ്ങളുടെ മക്കളും എല്ലാം തന്നെ ഈ ദുനിയാവിൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ള അലങ്കാരമാണ്, സൗന്ദര്യമാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് ബാക്കിയാവുന്നത് സ്വാലിഹാത്താണ്, അതായത് അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളാണ് നിങ്ങൾക്കുള്ളത്. നിന്റെ രക്ഷിതാവിന്റെ അടുത്ത് ഉത്തമമായുള്ളത് പ്രതിഫലമായ പ്രതീക്ഷയ്ക്ക് വകയുള്ള ഏറ്റവും ഉത്തമമായത്. ഈ മക്കളെയും ഈ മുതലും വെച്ചുകൊണ്ട് നീ ചെയ്യുന്ന നന്മകളുണ്ടല്ലോ, ആ നന്മയാണ് നാളെ റബ്ബിന്റെ അടുത്ത് നിനക്ക് കൺട്രോൾ നൽകുക. അപ്പൊ ദുനിയാവ് കൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അത് മനസ്സിലാക്കിയാൽ, എന്താണ് ദുനിയാവ് എന്ന് മനസ്സിലാക്കിയാൽ. അങ്ങനെ മനസ്സിലാക്കിയവരാ സ്വഹാബികൾ. അതുകൊണ്ടാണ് ലോകം സ്വഹാബികളെ ബഹുമാനിച്ചത്. അതുകൊണ്ടാണ് ശത്രുക്കൾ സ്വഹാബികളെ പേര് കേൾക്കുമ്പോൾ പേടിച്ചത്. കാരണം അറിയോ, അവരെ മനസ്സിലെന്താണുള്ളത്? പരലോകാണ്. അതുകൊണ്ട് അവർക്ക് ആരും പേടിയില്ല, സങ്കടമല്ല, നിരാശല്ല. അവർക്ക് സമാധാനവും സന്തോഷവുമാവുള്ളത്. ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭയമില്ലാത്തവൻ എന്നാണ്. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ പേടിയില്ലാത്തവൻ, നിർഭയത്വമുള്ളവർ. എന്താണ്? എന്റെ റബ്ബിന്റെ കൂടെയുണ്ട്, ഈ ലോകം മുഴുവൻ എന്റെ റബ്ബിന്റെയാണ്. ആ റബ്ബിന്റെ കൂടെ നാം എന്താ പേടിക്കാനുള്ളത്? ഇനി ആ റബ്ബ് എന്നെ എങ്ങനെ മരിപ്പിച്ചാലും അവൻ എനിക്ക് സ്വർഗ്ഗം തരാൻ മതിയായ തീർന്നവനാണ്. അതുകൊണ്ട് ഒരു മുഅ്മിനിന് ഒരിക്കലും ജീവിതത്തിൽ ഒരു വിഷയത്തിൽ ഭയം ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവും, അവന് ജീവിക്കാൻ ധൈര്യമുണ്ടാവും. ഒരു തരത്തിലുള്ള ഭീഷണി കൊണ്ടുവന്നാലും എന്ത് കാട്ടിയാലും അവന്റെ മനസ്സ് പതറില്ല. അതൊരു വലിയ മരം പോലെയാണ്. ആ മരത്തിന്റെ ഗുണമെന്താ? അതിന്റെ ആണിവേരുണ്ടല്ലോ, അത് ഭൂമിയുടെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഒരു കൊടുങ്കാറ്റിനും അതിനെ മറിച്ചിടാൻ കഴിയില്ല. അതിന്റെ ശിഖരങ്ങളും കൊമ്പുകളുണ്ടല്ലോ, അതിങ്ങനെ പടർന്നു നിൽക്കുകയാണ്. എല്ലാവർക്കും കാറ്റും തണലും നൽകുന്ന ഏത് കാലാവസ്ഥയിലും, സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും സമ്പന്നതയാണെങ്കിലും ആ മരമാകുന്ന വിശ്വാസിയിൽ നിന്ന് എല്ലാവർക്കും നന്മ മാത്രമേ കിട്ടൂ. അല്ലേ? ഒരു നന്മ മരമാണ് മുമ്പിൽ നിന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. ആ പഴം പൂത്തുരഞ്ഞു നിൽക്കുന്ന ഒരു മരത്തിലേക്ക് ഒരു കല്ലെടുത്തെറിഞ്ഞാൽ തിരിച്ച മരം എന്താ ചെയ്യുക? പഴം കൊണ്ടാണ് എറിയുക.
നമുക്ക് വിശപ്പ് മാറ്റാൻ, തളർച്ച മാറ്റാൻ കഴിയുന്ന, നമ്മൾ കല്ലുകൊണ്ടാണ് അറിയുന്നതെങ്കിൽ ആ മരം തിരിച്ചു നിന്ന് പഴമാണ്. ഇതാണ് ഒരു മുഅ്മിനിന്റെ ഉദാഹരണമായി. ഇതിനേക്കാൾ എന്തുദാഹരണമാണ് ഇത് പറയാൻ കഴിയുക? ഖുർആൻ ഒരു മുഅ്മിനെ പഠിപ്പിക്കുന്നത് അങ്ങനെയുള്ള ഒരു മരം പോലെയാണ് എന്നാണ്. അതുകൊണ്ട് എന്ത് ഭീഷണിപ്പെടുത്തിയാലും, എന്ത് തരത്തിലുള്ള ഭീഷണി കൊണ്ടുവന്നാലും മുഅ്മിനിനെ മറിച്ചിടാനില്ല, ഉറച്ചു നിൽക്കും. നന്മ മാത്രം ചെയ്യും. എത്ര തിന്മ അങ്ങോട്ട് ചെയ്താലും തിരിച്ച് നന്മ മാത്രം ചെയ്യുന്ന ഒരു നന്മപരമാണ് മുഅ്മിനെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശുദ്ധ ഖുർആനിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു യാത്രയിൽ ഇങ്ങനെ ഒരു അങ്ങാടിയിലൂടെ ഇങ്ങനെ പോവുക. മറ ബിസൂഖിൻ ദാഖില മിൻ ബഅദിൽ ആലിയ വന്നാസ് കനഫതുഹു. റസൂലുള്ളാഹിയുടെ കൂടെ കുറെ ആളുകൾ, സ്വഹാബികളൊക്കെ ഉണ്ട്. അവരൊക്കെ ഇങ്ങനെ നടന്നിങ്ങനെ പോകുന്ന സമയത്ത് ഒരു കാതില്ലാത്ത ഒരു കോലാട്, അതിന് ഒരു കാതയുള്ള ഒരു കാതില്ല, ആ ആടുകൾ ചത്ത് കിടക്കുകയാണ്. അപ്പൊ അതിന്റെ മറ്റേ ചെവിയിൽ പിടിച്ച് റസൂൽ അതിങ്ങനെ പൊതിച്ചു. എന്നിട്ട് സ്വഹാബത്തിനോട് ചോദിച്ചു, അയ്യുക്കും യുഹിബ്ബു അന്ന ഹാദാ ലഹു ബിദിർഹം, ഈ ആടിന് ഒരു ദിർഹമിന് തരാം. ആർക്കാണ് ഇത് ഇഷ്ടപ്പെടുക? ഒരു ദിർഹമിന് വാങ്ങാൻ ഇത് ആരാണ് ഇഷ്ടപ്പെടുക? ചത്ത ഒരു ചെവിയില്ലാത്ത ഒരാട്. ഒരു ദിർഹം, നമ്മുടെ നാട്ടിൽ പറഞ്ഞ ഒരു രൂപ തന്നെ കൊണ്ട് ആരാണ് വാങ്ങാൻ ഇഷ്ടപ്പെടുക? ഒരു കാരണവശാലും ഞങ്ങളാരും അത് ഇഷ്ടപ്പെടൂല നബിയേ. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ ഉപകാരം നബിയേ? നിങ്ങൾക്ക് ഫ്രീ തന്നാലോ? ഇത് വെറുതെ തന്നാലും നിങ്ങൾ എടുക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? പൈസ വേണ്ട, ഇത് തന്നാൽ നിങ്ങൾ എടുക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? അപ്പോഴും സഹാബത്ത് പറഞ്ഞു, അത് ജീവനുണ്ടെങ്കിൽ തന്നെ അതിനൊരു ചെവിയില്ലാത്തതാണ്, അതിനാരും വാങ്ങൂല. ജീവനുണ്ടെങ്കിൽ തന്നെ അതെന്താണ്? അത് വികലാംഗയാണ്. എന്നിരിക്കെ അത് ഒരു ചെവിയില്ലാത്ത ഒരാളായിരിക്കെ അത് ചത്തതുമാണ്. പിന്നെ ഞങ്ങൾ എങ്ങനെ അതിനെ വാങ്ങുക നബിയെ, ഇഷ്ടപ്പെടാൻ? അപ്പൊ അതാണ് റസൂല് പറയുകയാണ്, അങ്ങാടിയിൽ കൂടി നിൽക്കുന്ന ആളുകളെല്ലാം ഇത് വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. റസൂല് പറഞ്ഞു, ഈ ചത്ത ആട് നിങ്ങൾക്ക് എത്ര നിസ്സാരമാണോ, എത്ര വേണ്ടാത്തതാണോ, അതിനേക്കാളും അല്ലാഹു നിസ്സാരമാണ് ഈ ദുനിയാവ്. അതാണ് റസൂൽ അങ്ങനെ അധ്യാപനം നടത്തുക, പഠിപ്പിച്ചു കൊടുക്കുക. എല്ലാവർക്കും മനസ്സിലായി. ഈ ചത്ത ആടിനെ നിങ്ങൾ വിലമതിക്കാത്ത പോലെയാണ് അള്ളാഹ് ഈ ദുനിയ അവരെക്കാളും അള്ളാഹു വിലമതിക്കുന്നത്. മിൻഹാദാ അലൈക്കും, അള്ളാഹിന്റെ അടുക്കൽ ഈ ദുനിയാവ് അത്രയും വിലമില്ലാത്തതാണ് എന്ന് മറ്റൊരിക്കൽ പറഞ്ഞു. ഒരു കൊതുകിന്റെ ചിറകുണ്ടല്ലോ, അതിന്റെ വിലയെങ്കിലും ഈ ദുനിയാവിന് അള്ളാഹു കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു നിഷേധിക്കും ഒരു കവർ പോലും വെള്ളം കുടിക്കാൻ സമ്മതിക്കുമായിരുന്നില്ല. അത്ര പോലെ കഴിച്ചിട്ട് പോയിക്കോട്ടെ. നമ്മളങ്ങനെയാണല്ലോ, നമ്മളങ്ങനെ എന്തെങ്കിലും ഭക്ഷണമൊക്കെ ബാക്കി വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവരുന്ന നായൊക്കെ പൂച്ചയൊക്കെ കൊണ്ടുവച്ചു കൊടുക്കും. എന്താണ്? നമുക്കിത് ഉപയോഗമല്ല, അത് ചീത്ത, അത് തിന്നിട്ട് പോയിക്കോട്ടെ, അല്ലെ? നിസ്സാരമായിട്ട്. അതേപോലെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൊതുകിന്റെ ചെറുവിന്റെ തന്നിരിക്കുന്ന വില പോലും ഈ ദുനിയാവ് നൽകാത്തത് കൊണ്ടാണ് അള്ളാഹു നിഷേധികൾക്ക് ഇവിടെ അള്ളാഹു ജീവനും അവർക്ക് ഉപജീവനവും നൽകുന്നത്. അല്ലെങ്കിൽ അള്ളാഹ് നൽകില്ല എന്നുള്ള പറയുന്നത്. അങ്ങനെയുള്ള ദുനിയാവിന് വേണ്ടിയിട്ട് പ്രിയമുള്ളവരെ എല്ലാം നൽകുന്ന സർവജ്ഞനായ അള്ളാഹിനെ വെറുപ്പിക്കണോ? അള്ളാഹ് ഇഷ്ടമില്ലാത്ത ചെയ്യണോ? സ്വർഗം നഷ്ടപ്പെടുത്തണോ? അതുകൊണ്ട് ജീവിതത്തിൽ പരലോകത്തിന് മുൻതൂക്കം കൊടുക്കുകയും ഇബാദത്തുകൾ മുഴുകയും കുടുംബത്തെയും സമൂഹത്തിന്റെയും വിഷമങ്ങളും പ്രയാസങ്ങളും അവരെ കണ്ണീരൊപ്പുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകം മുഖ്യമായി കാണുന്നതിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ.
إن الحمد لله كثيرا طيبا مباركا فيه يحب ربنا ويرضى وصلى الله وسلم على نبينا محمد وآله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അള്ളാഹു യഥാർത്ഥ രൂപത്തിൽ സൂക്ഷിച്ചുകൊണ്ട് പരിപൂർണ മുസ്ലിമായി മാത്രം ഈ ലോകത്തിൽ നിന്ന് വിടകൊള്ളണേ എന്ന് സ്വന്തത്തോടുന്നതുപോലെ വീണ്ടും വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു യഥാർത്ഥ മുത്തഖ്യങ്ങളിൽ നിന്ന് ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മൾ ചർച്ച ചെയ്തത്, നമ്മൾ ജീവിക്കുന്ന ഈ ദുനിയാവിൽ പലരും ദുനിയാവ് കാരണം കുടുംബത്തെയും സമൂഹത്തെയൊക്കെ മറക്കുകയാണ്. അതുപോലെ നന്മകളിൽ നിന്ന് അകന്നു പോവുകയാണ്. മക്കൾക്കൊന്നും ദീന് കൊടുക്കുന്നതിൽ ഈ സമൂഹം വളരെ പരാജയപ്പെട്ടിരിക്കുക. ന്യൂജൻ ശരിയല്ല. ആരാ ശരിയല്ലാതാക്കിയത്? ന്യൂജന ആരാ ശരിയല്ലാതാക്കിയത്? ആരാ ന്യൂജൻ ഇവിടെ കൊണ്ടുവന്നതാരാ? അല്ലേ? ബാപ്പാക്കുമ്മാക്ക് അതിനുള്ള ബാധ്യത അല്ലേ? അതിന് ഉത്തരം പറയണ്ടേ? മക്കൾക്ക് ദീന് കൊടുക്കില്ല എന്നൊരു ന്യൂജൻ ശരിയല്ലാതെ പറയും. അതുകൊണ്ട് ഇപ്പോഴുള്ള കാലഘട്ടം ഇസ്ലാമിനെ മോശപ്പെടുത്തുന്ന നമ്മുടെ മക്കളെ ഇസ്ലാമിനോട് വിമുഖതയും മനമടപ്പുമുള്ളവരാക്കുന്നതാണ് ഈ ലോകം. അതുകൊണ്ട് മക്കൾക്ക് ദീന് കൊടുക്കുക, ഭാര്യമാർക്ക് ദീന് കൊടുക്കുക, സമൂഹത്തിന് ദഅവത്ത് ചെയ്യുക. കിട്ടിയ സമ്പത്ത് തന്റെ മാത്രമല്ല തന്റെ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയുമാണ് എന്ന ബോധത്തോടുകൂടി നിലകൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ധാരാളം ആളുകൾ നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലുമായി ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് മരണപ്പെട്ടവരുണ്ട്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കുമാറാകട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെ കണ്ടുമുട്ടാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. രോഗികളായ നമ്മുടെ ഉമ്മമാര്, സഹോദരങ്ങൾ, അള്ളാഹു അവർക്ക് ആരോഗ്യമുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار ولا تشفي حلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المصير وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. صلى الله وسلم على محمد وعلى آله والحمد لله رب العالمين.